അപ്പോൾ എന്തായി എല്ലാവരും നനച്ചുൾ പണിയൊക്കെ കഴിഞ്ഞോ? നോമ്പിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? ഞാനിവിടെ അടുക്കളൻ്റെ റേക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത്. നനച്ചുള്ളി പണി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം അത് കഴിയാതെ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. എല്ലാം കൂടെ ഒരു ദിവസം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എത്ര ചെയ്താലും നമുക്ക് പിന്നെ ക്ലീൻ ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തോന്നൂലേ. പണ്ടൊക്കെ നനച്ചുള്ളി പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറ് പിടിച്ച സംഭവമായിരുന്നു. പാറത്തിൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്ന് ഉരച്ച് കഴുകി. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, നമുക്ക് സിമ്പിളായിട്ട് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട്. പിന്നെ അങ്ങനെയല്ല, നമ്മൾ മാസത്തിലൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നനച്ചുള്ളി പണി വരാൻ നിൽക്കുക ഒക്കെ ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടോ. കട്ടിൽ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് കയറി കണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് പോകണം.